ഗൈസ്, ഗുഡ് മോർണിംഗ്. കുറേ ദിവസമായി നമ്മൾ വ്ളോഗ് ഇട്ടിട്ട്. നമുക്ക് പനിയൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. പനിയൊക്കെ മാറി മാറി വരുന്നല്ലോ. ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ മൈക്കിൾ ബേബി ഉണ്ട്. മൈക്കിൾ ബേബി കലറ്റാണ്, ആനിമൽ പ്ലാനറ്റാണ് കൂടുതലും പുള്ളിക്ക് ഇപ്പോൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. കാരണം പുള്ളിനെ ഓരോ മൃഗങ്ങൾക്ക് പേരിട്ടുണ്ട്. ടൈഗറിനെ ടായു, അതിപ്പോൾ ടൈഗർ ആയാലും ലയൺ ആയാലും വലുതായാലും ആൾക്കത് ടൈഗർ തന്നെയാണ് കേട്ടോ. പിന്നെ ഹിപ്പപ്പൊട്ടാമസിനെ ഹിപ്പു. അങ്ങനെ പുള്ളി അവിടെ ഇരുന്നിട്ട് ആളുടെ മൃഗങ്ങളൊക്കെ ആയിട്ടിരുന്ന് കളിക്കാം കേട്ടോ. അങ്ങനെ നമുക്കിന്ന് ഒരു ഡേ മൈ ലൈഫൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. രാവിലെ എനിക്കു സ്കൂളിലേക്ക് കഴിഞ്ഞു. പനിയാണ് നമുക്ക്. പനി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഇല്ല. പിന്നെ എന്തിട്ടാ, ടെമ്പറേച്ചറിന് പകരം നമുക്ക് എന്ത് ചെയ്തു, നല്ല ബോഡി പെയിനും ബാക്ക് പെയിനും എല്ലാം ഉണ്ട്. അടി കിട്ടും. എത്ര നേരം ഇവിടെ ഒതുങ്ങിയിരുന്നവനാട്ടാ. ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയ പക്ഷെ അവനവിടെ കിടന്ന് അലമ്പാക്കാൻ തുടങ്ങി. മൈക്കിൾ ശരിയാണാ? വീഡിയോ തുടങ്ങണേ മുന്നുണ്ടല്ലോ ഞാനൊരു കാര്യം പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്ന കമൻറ്റ് എന്താണ്? വൈ എബി വന്നില്ല, വൈ എബി വന്നില്ല, വൈ എബി വന്നില്ല. എബി ഇപ്പോഴത് 10ാം കൊട്ടാന്ന് എല്ലാവർക്കും അറിയാം. എബി എനിക്ക് തോന്നുന്നു അടുത്ത മാസമൊക്കെ ആയിട്ടായിരിക്കും അവിടുന്ന് പോരുന്നേ എന്നാണ് എനിക്കുള്ളൊരു നിഗമനം. എബി 10 ദിവസം കൊണ്ട് പോരുന്ന പറഞ്ഞാൽ അതൊരു 20 ദിവസം ആവും, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറം വേറെ വ്യത്യാസമില്ല. അപ്പോൾ മെയിൻലി റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഞാൻ വിചാരിച്ചു എൻ്റെ ഡെലിവറി ഡേറ്റ് വരുന്നത് 12ാം തീയതി ആയിരിക്കും എന്ന്. അപ്പം ഞാൻ എബിയെ വിളിച്ച് പറഞ്ഞു ഏകദേശം ഒരു 12ാം തീയതിന് മുന്നൊക്കെ ആയിരിക്കും എനിക്ക് ഡെലിവറി ഡേറ്റ് വരുന്നത്. അത് കാരണം അതനുസരിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ബേബി ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഡോക്ടർ പറഞ്ഞത് 4 to 8 അതിൻ്റെ പറഞ്ഞോ ഹിപ്പു. ഇതാണ് മൈക്കിളിൻ്റെ ഹിപ്പു. അയ്യോ അതിനെ കടിപ്പിക്കല്ലേ. അയ്യോ ഏട്ടാ കടിച്ചോ കടിച്ചോ കടിച്ചു. അയ്യോ ടായു ഏട്ടാ ടായു ടായു ടായുനെ എടുത്തിട്ട് വാ. അപ്പോൾ നമുക്ക് അങ്ങനെ ഡോക്ടർ നമ്മളതിന് ഒരു 10 ദിവസം അത് കഴിഞ്ഞ് നമ്മളോട് എന്നാ ചെല്ലാൻ പറഞ്ഞു, ഒരാഴ്ചയായിട്ട് ചെല്ലാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് 4ാം തീയതി അല്ലെങ്കിൽ 8ാം തീയതി ഇതാണ് നമുക്ക് ഡേറ്റ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് 4 to 8 ഇടയിൽ നമുക്ക് ഏത് ഡേറ്റ് വേണമെങ്കിലും ഫിക്സ് ചെയ്യാമെന്നാണ്. അങ്ങനെ എൻ്റെ ഒരു ഇതിൽ ഞാനൊരു 6 to 7 എന്നുള്ളൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഞാൻ എബിയെ വിളിച്ച് പറഞ്ഞു 6 to 8 6 അല്ലെങ്കിൽ 7 നമുക്ക് ഡെലിവറി നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് എബി അപ്പോൾ ഓൾറെഡി 7ാം തീയതി നാട്ടിലെത്തുന്ന രീതിയിൽ ടിക്കറ്റൊക്കെ ബുക്കൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് എന്ത് ചെയ്തു, ബുക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഡോക്ടറെ കാണാൻ പോയി. ഡോക്ടറെ നമ്മൾ മൺഡേയാണ് കാണാൻ പോകുന്നത്. മൺഡേ അല്ല, സാറ്റർഡേ. എബി ഓൾറെഡി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടോ. അത് നമ്മൾ സാറ്റർഡേ കാണാൻ പോയി. സാറ്റർഡേ കാണാൻ പോയപ്പോഴാണ് നമ്മൾ ഡോക്ടർ അപ്പഴേ സത്യം പറയുന്നത് ഒന്നില്ലെങ്കിൽ മൺഡേ അല്ലെങ്കിൽ വെനസ്ഡേ, ഈ 2 ഡേറ്റേ പറയുള്ളൂ. വെനസ്ഡേ എന്ന് പറയുമ്പോൾ 4th, മൺഡേ എന്ന് പറയുമ്പോൾ 8th. അതിൽ കൂടുതൽ നമുക്ക് മുന്നോട്ട് എന്നിട്ട് ഈ ഡേറ്റിൽ കൂടുതൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ 4th ആണ് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഡേറ്റ്. അപ്പോൾ നമ്മളങ്ങനെ 4th തീരുമാനിച്ചു. അപ്പോൾ 4th തീരുമാനിക്കുമ്പോൾ ഓൾറെഡി എബി ടിക്കറ്റ് ബുക്ക് ചെയ്തു, പൈസ കൊടുത്തു, ഇതൊക്കെ കൊടുത്തു. എന്തായാലും എത്തില്ല. എബി എന്തായാലും നാട്ടിലെത്തുന്നത് 7ാം തീയതി. 7ാം തീയതി ആകുമ്പോൾ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോരും. പിന്നെ എബി ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് വന്ന് കൊച്ചിക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഡൽഹിയിൽ ഇറങ്ങി പിന്നെ അവിടെ നിന്ന് വീണ്ടും കൊച്ചി വന്ന് പിന്നെ 10ാം തീയതി ആകുമ്പോൾ എബിക്ക് വീണ്ടും 10അങ്ങോട്ട് പോകണം. അങ്ങനെയൊക്കെ ആയപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ തീരുമാനമെടുത്തു ഡൽഹിയിൽ നിന്ന് നേരെ 10അങ്ങോട്ട് പോയിക്കോളൂ. അത് കഴിഞ്ഞിട്ട് 15 ദിവസം കൊണ്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒരു 10-20 ദിവസമായിട്ടുള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ. അത് നമുക്ക് പിന്നെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. 15 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 30 ദിവസം, അതാണ് എബിയുടെ കണക്ക്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ പറഞ്ഞു. അങ്ങനെയാണ് എബി വരാത്തത്. അപ്പോൾ നെക്സ്റ്റ് മന്ത് എന്തായാലും എബിക്ക് ഇവിടെ എറണാകുളം വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എബി എന്തായാലും വരുന്നുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് എബി വരാഞ്ഞത്. അല്ലാതെ എബി മനഃപൂർവ്വം വരാണ്ടിരിക്കുന്നതല്ല.
പിന്നെ ഒരു വർഷമായി ഏത് വീഡിയോ ഒന്നും ഇടാണ്ട് വീട്ടിൽ കയറിയിരിക്കുന്നേ. ആകെ നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു മാസമായിട്ടുള്ള നമ്മുടെ വിസ വന്ന് അല്ല അത് വരുമ്പോൾ എല്ലാം നമുക്ക് ഒരുമിച്ചാണല്ലോ. അതുവരെ നമുക്കൊന്നും വരില്ല. ലാസ്റ്റ് വരുമ്പോൾ എല്ലാം കൂടി ഇതിൻ്റെ RC ശരിയായതും പേപ്പർ വർക്കുകളൊക്കെ ശരിയായതും ഒരുമിച്ച് വിസ വന്നതും എല്ലാം അങ്ങനെ എല്ലാം വരുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് വരും. അതൊരു പ്രത്യേക തരമാണ്. അല്ലെങ്കിൽ ഒരു വർഷം നമ്മൾ വീട്ടിലിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, അപ്പോൾ ഒന്നും വന്നില്ലായിരുന്നു. അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് എബി വരാത്തത്. അപ്പോൾ ഈ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇപ്പോൾ എബി വന്നിട്ടും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ലല്ലോ. അമ്മയുണ്ട്, അച്ഛനുണ്ട്, അപ്പുണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ മൈക്കിൾ ബേബിക്കാണെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എബി ഇങ്ങനെ പോയി ഇതാക്കുന്നതുകൊണ്ട് എബി എങ്ങനെ കാണണം എങ്ങനെ ഇതാക്കണം എന്നൊന്നുമില്ല. അവന് ഞാനുണ്ടായാൽ മാത്രം മതി. പിന്നെ അമ്മയുള്ള കാരണം മൈക്കിൾ ബേബിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മൾ കുഞ്ഞിപ്പെണ്ണിനോട് പ്രത്യേകിച്ച് വഴക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ നമുക്കൊരാശ്വാസം ഉള്ളതുകൊണ്ട് നമുക്കിതെല്ലാം മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പിന്നെ എബിക്ക് പ്രത്യേകിച്ച് വന്നിട്ടൊന്നും ചെയ്യാനും ഇല്ല. എബി എന്തായാലും അടുത്ത മാസം ഒക്കെ ആയിട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമുക്ക് മെമ്മം വേണ്ടേ? അരിയാണല്ലോ നമ്മുടെ ജീവിതം. നമ്മുടെ അരിയണം പറയുന്ന പോലെ അരിയാണല്ലോ നമ്മുടെ ജീവിതം. ആകെ ഇപ്പോഴാണ് നമുക്ക് വീഡിയോ ഇടാനും ഇതിനെല്ലാം പറ്റുന്നതും എല്ലാം നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടേതായ രീതിയിൽ ഇത് ചെയ്യാൻ പറ്റുന്ന ടൈം. അപ്പം ഞാൻ വിളിച്ച് വീട്ടിലിരുത്തി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോൾ എത്ര നാൾ വേണേലും വീട്ടിലിരിക്കാം. ഇനിയിപ്പോൾ വിസ പ്രോസസ്സിംഗ് ഒക്കെ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിസ വരുന്നവരെയൊക്കെ എന്തായാലും വെറുതെ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ പോയി ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ ഇതെന്തായാലും ഇന്ന് എന്തായാലും ഒരു വീഡിയോ തുടങ്ങുമ്പോൾ നമുക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ കാണാം. പനി ആയതുകൊണ്ട് തന്നെ നല്ല ബാക്ക് പെയിനും നല്ല ബോഡി പെയിനൊക്കെ ഉള്ളതുകൊണ്ട് ഫോൺ ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല പ്രയാസമുണ്ട് കേട്ടോ. മൈക്കിൾ ബേബി ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. മൈക്കിൾ ബേബി ഭയങ്കര ശുന്തിരിയാണ്, ഭയങ്കര അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ചേട്ടനാണ്. ചില നേരത്ത് മാത്രം ചെറിയ കുസുമ്പുകളും ഇതൊക്കെ ഉള്ളൂ, ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. മൈക്കിൾ ബേബി വേറെ സുന്ദരിയാണ്. നമ്മളെപ്പോഴും മൈക്കിൾ ബേബിനെ പൊക്കി നിർത്തണം. യെസ്, അത് വേണ്ട. ആൾക്ക് ഏറ്റവും കൂടുതൽ ആക്ഷൻ പരിപാടികളാണ് ഇഷ്ടം, വർത്തമാനത്തൊക്കെ കൂടുതൽ. രാവിലെ പറഞ്ഞിരുന്നു നോക്ക് പനിയാണ്, പിന്നെ അങ്ങനെ ടെമ്പറേച്ചറും. ഇവനുണ്ടല്ലോ, ഇവനാണ് ഈ വീടിന്റെ വാഴ. ഇവന്റെ അത്ര വലിയ വാഴ ഈ വീട്ടിൽ വേറെ ആരുമില്ല. നോക്കിക്കോ ഇവനെ. മര്യാദയ്ക്ക് ആ വീഡിയോ എടുക്കുന്നത് പറഞ്ഞതാ. അപ്പൊ നിനക്ക് അഹങ്കാരം ജിനിസാറോ ഒന്നുമില്ല. പറ്റില്ല, എന്ത് സാധനമാണ് പറ്റില്ല. കോഴിക്കോട് ഞങ്ങള് വാരണാസി ആയിരുന്നു, ഇത്ര ഇപ്പൊ കോഴിക്കോടായ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഉള്ള സ്ഥലമാണ് നോക്കുന്നേ. പിന്നെ കോഴിക്കോട് ചാനൽ കാണുകയാണെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണം. ബീച്ചിന്റെ സൈഡിലൊക്കെ കപ്പലട്ടി കച്ചവടമാണ് കോണ്ടാക്ട് ചെയ്യണ്ട. ഇവ വലിയ ആളായിട്ട് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പണ്ട് പാനിപ്പൂരി കച്ചവടമായിരുന്നു, അത് കഴിഞ്ഞ് പിന്നെ അവൻ വാരണാസി പോയിട്ട് ബാങ്ക് കച്ചവടം തുടങ്ങാന്ന് പറഞ്ഞു. ഇപ്പൊ കോഴിക്കോട് വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഒരു 6 മണിക്ക് നമ്മൾ ഡോക്ടറെ കാണാൻ പോണം. വളരെ വണ്ടർഫുൾ. ഇവനാണ് എനിക്ക് പനി കൊണ്ടുവന്നത് ഗൈസ്. ഇവന് കളിക്കാൻ പോയിട്ട് എനിക്ക് പനി കൊണ്ടുവന്നു. ഒരു ശരാശരി മാമന്റെ അവസ്ഥ. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ക്യാമറ വീട്ടിൽ എല്ലാരും പിന്നെ ഡീസെന്റാ. നമുക്ക് ഇനി ഒരു 6 മണിയാവുമ്പോ പോയിട്ട് ഡോക്ടറെ കാണണം. ഡോക്ടറാണെങ്കിൽ ഏകദേശം തീരുമാനവും. ഡോക്ടർ എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ. അതെ, ഡോക്ടറിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആള് പറഞ്ഞു ആളുടെ വണ്ടിയിൽ പെട്രോൾ ഇല്ലാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വരാന്ന് പറഞ്ഞു. എന്തേ ഇവനെ ഇവിടെ കൊടുക്കാനിട്ട് കേട്ടോ. ആരെങ്കിലും വേണമെങ്കിൽ താഴെ കണ്ട വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. എന്തേ എന്നാ ക്ലാസ് തുടങ്ങുന്നേ? ഇടയ്ക്കിടയ്ക്ക് പറയണം വീഡിയോയില്. നമ്മുടെ തണ്ണീർ മൊത്തത്തിൽ ഒരു വീട്ടിൽ മൊത്തം തങ്കളുള്ള ഭഗവാനെ. ഇവ തണ്ണീർ മൊത്തത്തെ ജയ്സരാ 10 ദിവസത്തെ പഠനം ഉണ്ടാവും. 10ാം ദിവസത്തെ പരീക്ഷ ഏകദേശം ടീച്ചർക്ക് സ്വഭാവം മനസ്സിലാവും. അല്ലേ ജയ്സ? ജയ്സ പണിയൊന്നും ഒന്നുമില്ല. ഞാൻ ആ കാലത്ത് പണിയെടുത്തിട്ടില്ലോ.